ഇന്നത്തെ എൻ്റെ റെസിപ്പി ചിക്കൻ പെരട്ടാണ്. തട്ടുകട സ്റ്റൈലിലുള്ള ചിക്കൻ പെരട്ടാണ്. അപ്പം നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നമുക്ക് ആദ്യം തന്നെ ചിക്കൻ പെരട്ടിനുള്ള മസാല ഉണ്ടാക്കാം. ഞാൻ 1 കിലോ ചിക്കനുള്ള മസാലയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 1.5 ടേബിൾ സ്പൂൺ മല്ലി, ഒരു 5 വറ്റൽമുളക്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ചെറിയ ജീരകം, പെരിഞ്ജീരകം, 1 കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 1 ഏലക്ക, ഇതെല്ലാം കൂടെ നന്നായി വറക്കണം. നമുക്ക് ഇത് പച്ചയ്ക്ക് പൊടിച്ചിട്ടും വെക്കാം, പക്ഷെ വറുത്ത് വെക്കുമ്പം ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും ഈ ചിക്കൻ പെരട്ടിന്. അപ്പോൾ ഈ മല്ലിയൊക്കെ മൂക്കുന്നത് നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് ഇത് ഫൈൻ പൗഡറായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ കാശ്മീരി പൊടി 1 ടീസ്പൂണ്, പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഞാൻ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ. ഞാനിവിടെ ചീനിച്ചട്ടിയിലാണ് ഈ ചിക്കൻ പെരട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചീനിച്ചട്ടിയിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം കുറച്ച് പെരിഞ്ജീരകവും കരിയാപ്പലയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും കൂടെ ആദ്യം ഇട്ട് ഒന്ന് നല്ല മൂപ്പിച്ചെടുക്കും. എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഈ എണ്ണയ്ക്കകത്തിട്ട് നല്ല വഴറ്റിയെടുക്കണം. അപ്പോൾ എണ്ണ നല്ല തെളിയുന്നത് വരെ വഴറ്റണം. നമ്മൾ ഈ മസാലയ്ക്കുള്ളതെല്ലാം ആദ്യം തന്നെ വറുത്താണ് പൊടിച്ച് എണ്ണയ്ക്കകത്തിട്ട് വഴറ്റുന്നത്. അതുകൊണ്ട് നല്ല പെട്ടെന്ന് മൂക്കുകയും ചെയ്യും, എണ്ണ പെട്ടെന്ന് തെളിഞ്ഞ് വരികയും ചെയ്യും. എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം വേണം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ. ചിക്കൻ ഈ മസാലയ്ക്കകത്ത് ഇട്ടതിന് ശേഷം നല്ല ഇളക്കി കൊടുക്കണം. അതേപോലെ തീ കുറച്ച് വെക്കല്ലേ, തീ ഫുൾ ഇതിൽ വേണം വെച്ച് കൊടുക്കാൻ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കണം. നമ്മളിതിനകത്ത് സവാള വഴറ്റുകയോ തക്കാളി ഇടുകയോ ഒന്നും ഇപ്പം ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ കുറച്ച് നല്ല വഴറ്റിയതിന് ശേഷം വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ആദ്യമേ ഉപ്പിടല്ലേ. എന്നിട്ടും നല്ല വഴറ്റണം. എന്താണെന്ന് പറഞ്ഞാൽ ഇത് അടിക്ക് പിടിക്കാനും പാടില്ല. നമ്മൾ ഈ സമയങ്ങളിലൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കാനും പാടില്ല. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതാണ് ഈ ചിക്കൻ പെരട്ട് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ചെറിയൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വയ്ക്കണം. ഇപ്പം നമ്മളുടെ ചിക്കൻ പെരട്ട് ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഈ സമയം ആദ്യം ഒരു തക്കാളി ഇട്ട് കൊടുക്കണം. ഒരു ചെറിയൊരു തക്കാളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്, കൂടുതൽ തക്കാളി ഇടാൻ പാടില്ല. എന്നിട്ട് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ സവാളയും, ഞാനിവിടെ ഒരു 2 വലിയ സവാളയാണ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കുറച്ച് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കരിയാപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. കരിയാപ്പില നല്ല ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ചിക്കൻ പെരട്ടിന്. ഒന്നുകൂടെ നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. അപ്പം നമ്മളുടെ ചിക്കൻ പെരട്ട് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ കരിയാപ്പിലയാണ് കൂടുതലും ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് മല്ലിയിലയൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഇടുക. ഇത് തുറന്നപ്പോൾ തന്നെ എന്തോ ഒരു മണമായിരുന്നു അറിയാവോ. ആ ചെറിയ ജീരകത്തിൻ്റെയും പിന്നെ മസാലയുടെയൊക്കെ അടിപൊളി മണവും അതേപോലെ അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രേവി വയ്ക്കാം. അതല്ല നമുക്ക് നല്ല പറ്റിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വയ്ക്കാം. ലാസ്റ്റാണ് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഇളക്കി അടച്ച് വെച്ച് വേവിച്ചേ. നമുക്ക് കുറച്ച് ഗ്രേവി വേണമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒത്തിരി ഇട്ടങ്ങ് പറ്റിച്ചെടുത്തില്ല. എന്നിട്ട് ലാസ്റ്റാണെങ്കിൽ കരിയാപ്പില ഇട്ട് കൊടുത്തു. നല്ല കരിയാപ്പില, ഫ്രഷ് കരിയാപ്പിലയാണ്. കരിയാപ്പില ഇട്ട് കൊടുത്തു. അടിപൊളി ടേസ്റ്റായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.